ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് സ്വന്തം തന്ത ഇതിൽ എഴുതി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഏതോ ഫോട്ടോഷോപ്പിൽ കയറി പണിയതാ, പക്ഷെ ഫോട്ടോ മാറിപ്പോയതായിരിക്കും. അല്ല, ഒരു കള്ളത്തരം ചെയ്യുമ്പോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ? പച്ച കള്ളം കാണിച്ചു വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ മൂന്നെണ്ണത്തിനെ ഞാനിന്ന് കൊല്ലും. ഫോട്ടോ മാത്രല്ല അമ്മ, അങ്ങക്ക് എന്തോ കത്തയച്ചിരിക്കുന്നു. എടുത്തേ, ഞാൻ വായിക്കാം. വായിച്ചാണ്. ഞങ്ങളൊരു മഹാത്യാഗത്തിന് ശേഷം ഇന്ന് 3 മണിയോടെ ഗുഹാനന്ദ സിദ്ധനെ കണ്ടു. എല്ലാ സിദ്ധനോട് ഏറ്റുപറഞ്ഞ് അനുഗ്രഹവും വാങ്ങി. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന താടിക്കാരൻ, അതായത് ഈ താടിക്കാരൻ ഒരു സംഭവമാണ്. ഒരു വല്ലാത്ത കള്ളത്തരം തന്നെ എന്തായാലും കള്ളൻ. അമ്മേ, അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കള്ളത്തരാന്ന് പറയാൻ പറ്റത്തില്ല. എന്തോന്നുണ്ട് സത്യം? ഈ താടിക്കാരൻ മഹാസംഭവം ആവശ്യമില്ലാത്ത പറയുന്ന. അതെ, നാട്ടിലെത്തിയ സ്ഥിതിക്ക് ബസ്സിന് പോവാ. അല്ലട ചങ്ങായി, ഇപ്പൊ എത്രയും നേരം ട്രെയിനിൽ ഇരുന്നല്ലേ, ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് പോയിക്കൂടെ? എന്തിനാ വെറുതെ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കളയുന്നു? അത് വേണ്ട, ബസ്സിന് പോയാൽ മതി. ബസ് ഇപ്പൊ വരുമെന്ന്. ആ പിന്നല്ല. എടാ 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ എത്തും. ഇനിയിപ്പോ എത്ര കായ് വരും? കായിന്റെ അല്ല, ബസ് സ്റ്റോപ്പിൽ വന്ന. അല്ല, അതൊക്കെ പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഇപ്പൊ അവിടെ ചെന്ന് കേറിയിട്ട് പറയാൻ പോണേ? കേറിട്ട് എന്തുട്ടാ പറയണ, കുളിച്ച് ഉള്ള ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങണം. അപ്പൊ ഇക്കണ്ട ഈ പുകിലുണ്ടാക്കിയതൊന്നും എനിക്ക് പ്രശ്നമില്ലല്ലേ? ട്രെയിൻ പോകണ്ടല്ലോ. നേത്രാവതി. ഇതേതാ ട്രെയിൻ? ഇത് നമ്മളങ്ങാട് ചെന്നപ്പോ അവിടെ പിടിച്ചിട്ടുണ്ടായില്ലേ? നമ്മള് വന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ടായില്ലേ? ഇതിനാണ് നമ്മള് ആദ്യം വരാൻ നിന്നേ അല്ലേ? അപ്പൊ അതിന് മുമ്പ് നമ്മളെത്തി. അല്ല, ഈ ട്രെയിൻ അങ്ങോട്ട് പോയിരുന്നു നേരത്തെ. ഈ ട്രെയിൻ അങ്ങോട്ട് പോയിരുന്നു. ഈ ട്രെയിൻ അങ്ങോട്ട് പോയിന്ന്. പിന്നെ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വരും. അതെ, അല്ല നിങ്ങൾ ഇത് പറയും, ഇതിപ്പോ എന്താണ് അവിടെ പോയിട്ട് പറയാൻ പോണേ? എന്താ ചങ്ങായി പറയാനുള്ള? വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, വീട്ടിലേക്ക് കയറി ചെല്ലണു. വേറെ എന്താണ്? അയ്യ, അങ്ങനല്ലല്ലോ. ഈ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ ഇപ്പൊ അവർ അറിഞ്ഞിണ്ടാവൂലേ? അതിനെന്താണ്? അപ്പൊ അതിനെന്തെങ്കിലും ഒരു പോം വഴി പറയണ്ടേ? എന്തീ പറയണേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല. ഞാനാണ് ഇപ്പൊ അവിടെ ചെന്ന് കയറി ആ പെണ്ണിന്റെ ഈ ഭാര്യനെ പേടിക്കണ പണ്ടാരങ്ങളെ കൂടെ കൂട്ടല്ലേ? ഞാൻ തരും എന്ത് പറഞ്ഞാലും സ്ഥലത്ത് പോയ തലക്ക് വെളിവ് തരും. അതല്ല, ഓരോരുത്തരുടെ കുടുംബത്തിലും ഓരോ രീതികളല്ലേ? അതെന്താ മനസ്സിലാക്കാത്തത്? ഓളെ വിഷമിപ്പിച്ചിട്ട് ആകെ അവളാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണത്. പിന്നെ അവളെ വിഷമിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുത്ത ബസ് ഞങ്ങൾ പോകും. എപ്പോഴും സൗകര്യത്തിന് വന്നോ? നടക്കുള്ളൂ. ഇതൊരു കഷ്ടം. ഇത് നിങ്ങളുടെ കൂടെ ഒക്കെ ഇറങ്ങി തിരിച്ച് എന്നെ വേണം പറയാനേ. അന്നൊരു പണിയെ, ഒരു ഓട്ടോ വിളിക്കും. എന്നിട്ടോ? ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടേ നമ്മുടെ മടിയിലോട്ട് പരീക്ക ബോധം കെട്ട് കിടക്കട്ടെ. വീട്ടിൽ ചെന്ന് ഇറക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് ബോധം പോയെന്ന് പറഞ്ഞിട്ട് ചുമന്ന് നമുക്ക് അങ്ങോട്ട് കിടത്താം. അപ്പൊ ആ ചെല്ലുമ്പോ ഉള്ളൊരു പ്രഷർ അങ്ങോട്ട് മാറി കിട്ടും. എന്ത് പ്രാന്തച്ച് പറഞ്ഞു? പിന്നെ എന്നെ ഒരു വൈക്കിനെ വിടില്ല ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും കാലാകാലം ബോധം പോകുന്നില്ലല്ലോ. ബോധം വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ അവര് ചോദിക്കും. അപ്പൊ സമാനം പറയട്ടെ. ആര്യ കഞ്ഞി പഴങ്കഞ്ഞിയല്ലേ, ചെന്നൊരു മയത്തിലൊക്കെ ആയി ഭക്ഷണം കഴിച്ച് സുഖമില്ലാത്ത ആളല്ലേ എന്നൊക്കെ പറയുമ്പോ അത് മറന്നു പോവും. മഹാ കാര്യമൊന്നുമല്ല ചെയ്തേക്കണ. അത് ശരിയാണ്. ആ ചെന്ന് കയറുമ്പോൾ ഓളുടെ മോന്ത കാണണ്ട. ഇന്നെ എന്തെങ്കിലും പറ്റിന്ന് പറഞ്ഞാൽ ഓള് തളരും. അതാ പറഞ്ഞത്. എന്നാ ഓട്ടോ വിളിച്ചാലോ? അപ്പൊ എന്നിട്ട് ഞാൻ ബോധം കെട്ടിരുന്നിട്ട് ഇവിടെ കിടണ്ട, വീട് എത്താറാകുമ്പോ കിടന്നാ മതി. അല്ല, എങ്ങനെ ബോധം കിട്ടുമെന്ന് വെച്ചാൽ എന്താ പറയാ ഞങ്ങള്? എന്തെങ്കിലും പറയാടാ, അത് അവിടെ ചെല്ലുമ്പോഴല്ലേ. നിന്റെ ബോധല്ലേ ഓട്ടോ അവിടെ നിൽക്കട്ടെ. ആ പെട്ടിയൊക്കെ അങ്ങോട്ട് വെക്ക്. ഇറങ്ങട്ടെ. നോക്കട്ടെ മുണ്ടല്ലേ. മല്ലിക പിടിക്കണം. ഇല്ല, ഒന്നുമില്ല. ബോധം പോയതാണേ. ഞാൻ പെട്ടിയാക്കി എടുത്ത് വെച്ചേ. അതെ, ബോധം പോയി. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അവിടെ അതാ കസേര വരുത്തി. ഇങ്ങോട്ട് ഇരുന്നോ. ഇവിടേക്ക് ഒറ്റെടുക്കല്ലേ? ഇതിന് വെള്ളം എടുത്ത് അത് മുഖത്ത് കളിക്കട്ടെ. ബോധം പോയതാണ്. പരികുട്ടിയെ ഇപ്പൊ എങ്ങനെയുണ്ട്? കൂടുതലാണ്. ശ്വാസം മുട്ടുന്നുണ്ടോന്ന്? നിങ്ങൾക്ക് മാറി നിൽക്കാം, അവന് കാറ്റ് കൊള്ളട്ടെന്ന്. അതെ, ശ്വാസം മുട്ടണ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ?
നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വാ. എന്തേ അതിനെന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ ബോധക്കെട്ട് മാറിയ ഏത് ബോധം? ആരുടെ? സത്യം പറയടാ. ഈ നാടകം എഴുതിയത് ആരാ? ഇത് വാസുദേവ് ഇത് ജോസുട്ടി പറഞ്ഞിട്ട്. ഓട്ടോറിക്ഷ ഇവിടുത്തെ വന്നേ നീ. ഓട്ടോ ഓട്ടോ നല്ല അഭിനയായിരുന്നട്ടാ. ഭയങ്കര വിശപ്പ്. എന്താ തിന്നാനുള്ള? അഭിനയിച്ച് ക്ഷീണിച്ചതല്ലേ? ഇവിടെ ഒന്നും തിന്നാനില്ല. ചിരിയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്